ഹലോ, നന്ദൂസ് ബേക്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 31. അപ്പോൾ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കുകളാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ കുറച്ച് പ്ലം കേക്കിൻ്റെയും അതുപോലെ ക്യാരമൽ കേക്കിൻ്റെയും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഡെലിവറിക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഉറക്കമൊന്നും ഇല്ലാതെ 2 മണി വരെയൊക്കെ നിന്ന് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ, അതായത് ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്ക് എണീച്ച് ബാക്കിയെല്ലാം പാക്ക് ചെയ്തിട്ട് അടുത്തത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പം 5 ഇവിടെ ബേക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി പ്ലം കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി 4 ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം 1/2 കിലോയുടെ പ്ലം കേക്കാണ്. ക്യാരമൽ കേക്ക് വന്നിട്ട് പ്ലെയിൻ ക്യാരമലാണ്, അത് 1 കിലോയുടെ 2 ക്യാരമൽ കേക്ക്. ബാക്കി 3 ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രാവിലത്തെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞു പാക്ക് ചെയ്ത് വെച്ചതെല്ലാം കൊടുത്തയച്ചതിന് ശേഷം പിന്നെ എനിക്ക് പ്ലം കേക്കിൻ്റെ തന്നെ 1/4 കിലോയുടെ പിന്നെ ഒരു 6 പ്ലം കേക്കാണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഇതുപോലെ സെയിൽ ചെയ്യാനായിട്ട്, അപ്പം ഞാൻ അതും കൂടെ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് നമ്മുടെ ബട്ടറും മുട്ടയും പഞ്ചസാരയും ഒക്കെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റേറ്റ്, പ്ലം കേക്കിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ 1 കിലോ 450, പിന്നെ 1/2 കിലോ 220, പിന്നെ 1/2 കിലോ 220, 1 കിലോ 450, പിന്നെ ഞാൻ 1/4 കിലോ 130 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ക്യാരമൽ കേക്കിനാണ് ആദ്യം ഓർഡർ തന്നിരുന്നത്. അപ്പോൾ ആ ആൾ പിന്നെ ഒരു ക്യാരമൽ കേക്കും കൂടെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ രണ്ടാമത് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പ്ലം കേക്ക് 1/4 കിലോയുടെ പ്ലം കേക്കിനുള്ള സോക്കിങ് പിന്നെ നട്ട്സും ഒക്കെ ഇടാനായിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ 1/4 കിലോയുടെ മോൾഡിലോട്ട് ഇതേപോലെ പേപ്പർ മോൾഡിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇതാകുമ്പം നല്ല എളുപ്പമാണ്, നമുക്ക് പിന്നെ എടുത്ത് മാറ്റാൻ വേണ്ടി അതിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മുടെ ഓവനിലോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ 2 കിലോയുടെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് 8 എണ്ണത്തിലോട്ട് ആക്കാനാണ് നോക്കിയത്. പക്ഷേ 8 എണ്ണം നമ്മുടെ ഓവനിൽ കൊള്ളുന്നില്ല. അങ്ങനെ ഞാൻ എടുത്ത് വീണ്ടും തിരിച്ചുമൊക്കെ വെച്ച് നോക്കി കൊള്ളുന്നുണ്ടെന്ന്. പക്ഷേ സംഭവം 6 എണ്ണേ കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 6 എണ്ണം ബേക്ക് ചെയ്തതിന് ശേഷം ബാക്കി 2 എണ്ണം ബേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് അത് അടച്ച് മാറ്റി വെച്ചു. അപ്പോൾ അതാണ് നമ്മുടെ 3 ക്യാരമൽ കേക്ക് ഇത് റെഡി ആയിട്ടിരിക്കുന്നത്. 1 കിലോയുടെയാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലം കേക്ക് ഇത് റെഡിയായി ഇതുപോലായി വന്നിട്ടുണ്ട്. 1/4 കിലോ 130, 125 റേറ്റിനാണ് ഇപ്പോൾ കൊടുത്തതിന്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കാം. 258 ഗ്രാമുണ്ട്. 1/4 കിലോയും കുറച്ച് കൂടുതലും ഉണ്ട്. അപ്പോൾ വീട് മൊത്തം ഒരു കേക്കിൻ്റെ മണമാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെ. അപ്പോൾ അധികവും ഓർഡർ കിട്ടാറുള്ളത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ സമയത്താണ്. ഭയങ്കര ഒരു കേക്കിൻ്റെ മണമൊക്കെയാണത്. നമ്മുടെ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്ത ആ ഒരു ഇതിൻ്റെ ഫ്ലേവറും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, എത്ര ദിവസം വരെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു വലിയൊരു സംശയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. പ്ലം കേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും പ്ലം കേക്കിന്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഞാനത് അങ്ങനെ വെച്ച് നോക്കി ചെയ്തിട്ടാണ് പറയുന്നത്. അടിപൊളി ടേസ്റ്റ് വരും നമുക്ക് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരിക്കും. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. നല്ല പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും ഒക്കെ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെയാണ് ഈ നമ്മുടെ എല്ലാ കേക്കും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പ്ലം കേക്കും. അതുകൊണ്ട് തന്നെ 6 to 7 ദിവസം വരെ മാത്രമേ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ കടകളിലെ പ്ലം കേക്കൊക്കെ ഒരുപാട് ഇതായിട്ട് ഇരിക്കുന്നുള്ളൂ. നമ്മുടെ എല്ലാ കേക്കുകളും 6 to 7 ദിവസം വരെ ആണ് ഇരിക്കുന്നത്. പിന്നെ റമ്മിൽ സോക്ക് ചെയ്ത പ്ലം കേക്കുണ്ട്. അതായത് നമ്മൾ റിച്ച് പ്ലം കേക്കൊക്കെ നമ്മൾ റമ്മിലൊക്കെ സോക്ക് ചെയ്തെടുക്കുന്നതാണെങ്കിൽ 1 മാസമൊക്കെ പുറത്ത് കേടുകൂടാതിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ന്യൂ ഇയറിൽ വേറെ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് ഒരു 1/2 കിലോ ഒരു നട്ടി ബബിള്, പിന്നെ 1/2 കിലോയുടെ തന്നെ എഗ്ലെസ് മാംഗോ കേക്ക്, ഒരു വാഞ്ചോ കേക്ക്. ഇത്രയാണ് വേറെ വന്നിട്ടുള്ള ഓർഡർ. അപ്പം ഇത്രയും കേക്കുകളായിരുന്നു ഈ വർഷത്തെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കിട്ടിയിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുള്ള കേക്കുകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.